ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പണി അതെ ഈ റബ്ബിങ് കോമ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഫുള്ള് ഷൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ഇപ്പം ഈ സൈഡിലൊക്കെ നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്, ഈ സൈഡൊക്കെ ഒരു മാറ്റ് ഫിനിഷിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇത് നല്ല ഫിനിഷിംഗ് ആവും. അപ്പോൾ അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സംഭവം, എല്ലാവർക്കും അറിയാം. പിന്നെ കാലപ്പഴക്കം വരുന്ന ബൈക്കിനെല്ലാം ഇത് ഭയങ്കര യൂസ് ആവും കേട്ടോ ഈ സാധനം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മാർക്കറ്റിൽ ഏതാണ്ട് 90 രൂപയ്ക്ക് ആവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ 150 രൂപ 200 ആവും. അപ്പോൾ നമ്മൾ കുറഞ്ഞ ഒരു പൊറോട്ട വയ്ക്ക് ഇത് മതി നമുക്കിപ്പം തൽക്കാലം ഈ സാധനം മതി. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്നത് വേസ്റ്റ്, ഈ വേസ്റ്റ് നമുക്ക് വേണം കേട്ടോ, ഈ വേസ്റ്റ് വൈറ്റ് തന്നെ വേണം. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് തേക്കാത്ത ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തേച്ചത് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തതായിരുന്നു ഈ ഭാഗവും കൂടെ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ആ ഡിസ്റ്റൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം ഈ മഡ്ഗാർഡിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഗൈസ് ഞങ്ങൾ നമ്പർ പ്ലേറ്റ് മാറ്റി ഗൈസ്. നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷോകായിരുന്നു. അപ്പോൾ അതൊക്കെ അടിയോട് അടിയായിരുന്നു ഗൈസ്. കണ്ടന്റ് തരുന്ന ആൾക്കാർ ഓടുവാണ് ഗൈസ്. പിന്നെ നമ്മൾ ബാക്കിലും പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മഡ് ഗാർഡ് സെറ്റാക്കാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഈ വേസ്റ്റ് നമ്മളിപ്പോൾ ഇതിൽ നിന്നാണ്ട് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബണ്ടിലിൽ വേണ്ടുന്ന ഇപ്പം ഇത്രയും നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല, ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ റബ്ബ് ചെയ്ത് നമ്മൾ ഇച്ചിരി ഇതൊന്ന് ഹാർഡായി കഴിഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു ഇതാവും. അതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അവിടെ ഒരു ഷൈനിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ലപോലെ കാണണമെങ്കിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, ട്രോളൊന്ന് ഗൈസ്. അപ്പം കണ്ടില്ലേ? അപ്പോൾ എന്തായാലും ഇത് ഫുൾ ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സൈഡ് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു ചെറിയൊരു ഓട്ടം പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ പിന്നെ ചെയ്യാൻ പോവാണ്. അപ്പം കണ്ടില്ലേ, ഇതും ആ ബോഡി പാർട്സും കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ളൊന്ന് കാണിച്ചിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതാ, അപ്പോഴത്തേന് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചിലപ്പം വരും. അവൻ്റെ ചാനലിലും ചിലപ്പോൾ അവൻ്റെ വണ്ടിയുടെ ഒരു വീഡിയോ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വണ്ടിയോട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് കൂടെ വർക്ക് എടുക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സൈഡെല്ലാം നമ്മളെ ഗ്ലോസി ഫിനിഷ് ആകും ഗൈസ്. അപ്പം ഈ വണ്ടി പോയിട്ട് അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വരട്ടെ. ചെറുക്കൻ മഞ്ഞ മഞ്ഞ അവിടെ കട്ട് മഞ്ഞ കയ്യിൽ കൊടുത്ത് നീല ഷർട്ട് ഇട്ട് പോവാണ് ഗൈസ്. എന്തരാവും എന്തോ. അപ്പോൾ ശരി, ചെറുക്കൻ പോയിട്ട് കണ്ടിട്ട് ഫുള്ള് ഫിനിഷിങ് കാണിച്ചു തരാം. നമ്മുടെ ചെറുക്കൻ നമ്മുടെ ഗ്ലാമർ കൊണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കും. ഇവൻ്റെയും ഈ ഫ്രണ്ടൊക്കെ ഇച്ചിരി ഫെയ്ഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ കോമ്പൗണ്ട് നമുക്ക് ഇതിനകത്ത് പിടിക്കും. അപ്പോൾ എന്തായാലും അവിടെ മറ്റേ വണ്ടി വരാൻ എന്തായാലും താമസിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കൊക്കെ എന്തായാലും കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ. ചെറുക്കൻ്റെ ചാനലിനകത്ത് ഇവൻ്റെ വണ്ടിയുടെ ഒരു പേഴ്സണൽ വീഡിയോ അവൻ്റെ ചാനലിൽ വരും. എന്തായാലും അത് ഞാനത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള കലാപരിപാടികൾ കാണാം. ഗൈസ്, അപ്പം നമ്മുടെ ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഒരു ഷാഡോവിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു, അതുകൊണ്ട് ഈ മഡ് ഗാർഡൊക്കെ നല്ല മാറ്റ് ഫിനിഷ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ കോമ്പൗണ്ട് തേച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ ഈ സൈഡൊക്കെ കണ്ടാണ്ടില്ലേ, ഇവിടെ ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം ഗൈസ്. കണ്ട നമുക്ക് ഇവിടെയൊക്കെ നല്ല മാറ്റ് ഫിനിഷ് ആയിരുന്നു. ഈ ടാങ്ക് സൈഡൊക്കെ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്കുള്ള നമ്മുടെ കാലിൻ്റെ ലെഗിൻ്റെ ഭാഗം വരുന്ന ഭാഗമുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ച് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ പഴയ ഒരു മെറ്റാലിക് ബ്ലാക്ക് എന്തായാലും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയാൻ. നമുക്കിവിടെ ലൈറ്റൊക്കെ ഇട്ടുവന്നിട്ടുണ്ട്. അപ്പം ഏകദേശമൊക്കെ ഒരു ലുക്ക് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ലുക്കിലേക്ക് നമ്മൾ മാറ്റിയെടുത്താണ് കേട്ടോ. നമ്മുടെ മറ്റേ യൂട്യൂബറുകൾ ഇപ്പോൾ ഉണ്ട്. അവനും അവൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി സബ്ബൊക്കെ അടിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കൂട്ടുകാരൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഒരു വണ്ടി പോയായിരുന്നു, ആൾ മൽഗാഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, ആ വണ്ടി വന്നിട്ട് ചെയ്യാൻ എന്തായാലും
സമയം കണ്ടത്തില്ല, ലൈറ്റൊക്കെ ഏകദേശം മങ്ങിക്കഴിഞ്ഞു. അപ്പം അതെന്തായാലും നമുക്ക് ഓവർലോഡ് എന്തായാലും നാളെയോ അല്ലെങ്കിൽ ഈ വീഡിയോക്കകത്ത് പിൻ ചെയ്ത് തരാം. അപ്പോൾ ഓക്കെ, ശരി. ബൈ.